മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാംഗിൾ ഫെസ്റ്റ്. ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം. ജനുവരി 4 മുതൽ 10 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ. കൂടാതെ മനസ്സിനിണങ്ങിയ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ. റെയിൽവേ മെയിൻ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. ഒറ്റപ്പാലം ഷൊർണൂർ RMS ഓഫീസുകൾ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി. പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങളാണ് RMSകൾ അടച്ചുപൂട്ടുന്നതോടെ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NFPയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടന്നു. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രഭാകരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. തപാൽ മേഖല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ബാല്യകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ യൗവനകാലത്തൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്ന, ഏറ്റവും പ്രധാനമായി നമ്മൾ ആശ്രയിക്കുന്ന ഒരു മേഖലയായിരുന്നു തപാൽ മേഖല എന്ന് പറയും. അപ്പൊ ആ മേഖലയെ തകർക്കുക എന്ന വളരെ ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും നമ്മളെ മാത്രമല്ല, തപാൽ മേഖലയെ മാത്രമല്ല, നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ മേഖലയും തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഏകദേശം 3.5 പതിറ്റാണ്ടോളം ആയി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 1991 പുതിയ സാമ്പത്തിക നയം ആരംഭിച്ച കാലഘട്ടം മുതൽ നമ്മൾ ഈ തകർച്ചയെ മുന്നിൽ കണ്ടവരാണ്. ഈ തകർച്ച ഈ രൂപത്തിലേക്ക് വരുമെന്ന് അന്നേ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തവരാണ്. അന്ന് ഇടതുപക്ഷങ്ങൾ വികസന വിരോധികളായി നമ്മളെ ചിത്രീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുന്നവരാണ്, വികസനത്തെ എതിർക്കുന്നവരാണ് എന്ന രൂപത്തിൽ വികസന വിരോധികളുടെ കൂട്ടത്തിലായിരുന്നു ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ആകെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് ആ മേഖലയെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, അല്ലേ? ഇപ്പൊ നോക്കൂ, BSNL. ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ BSNL ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിരുന്നു. BSNL എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. എന്റെ 2 സഹോദരന്മാർ, 2 ഏട്ടന്മാരും പണിയെടുത്തിരുന്നത് BSNL മേഖലയിലാണ്. AIFRPA ജില്ലാ കമ്മിറ്റി അംഗം വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. റജില അധ്യക്ഷയായി. P. ബാലകൃഷ്ണൻ സ്വാഗതവും PT നാരായണൻ നന്ദിയും പറഞ്ഞു.